ഹ്യൂമൻ ബീങ്സിൻ്റെ ഇടയിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷനും ദേവതകൾ തമ്മിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷനും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒരേ ഒരു പോയിന്റിൽ മാത്രമേ കാര്യമായ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ കാര്യം, മനുഷ്യന്മാരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കർമ്മ കാരണം ബോണ്ടായിട്ടുള്ള ആൾക്കാരാണ്. പലതരം കാർമിക് അക്കൗണ്ട്സ് ഉണ്ടാവും, പലതരം കാർമിക് സൈക്കിൾസ് ഉണ്ടാവും. ഇതാണ് നമ്മളെ വീണ്ടും വീണ്ടും ഇവിടെ ജന്മമെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതേപോലെ നിങ്ങൾ ഏതോ ലൈഫ് ടൈമിൽ ആരെയോ മീറ്റ് ചെയ്തു, അവരുമായിട്ടൊരു കാർമിക് അക്കൗണ്ട് ഓപ്പണായി, ഒരു കാർമിക് കണക്ഷൻ അവിടെ ഫോമായി. അതിൽ പലതരം റെസിഡ്യൂസ് ഉണ്ടാവും, പലതരം നമ്മൾക്കിപ്പോഴും അൺഫിനിഷ്ഡ് ആയിട്ട് കിടക്കുന്ന, ഇപ്പോഴും ക്ലിയർ ആവാത്ത, ഇപ്പോഴും ശുദ്ധീകരണം സംഭവിക്കാത്ത പല കർമ്മങ്ങളും ഈ രണ്ടുപേർ തമ്മിലുണ്ടാവും. ഇതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പിന്നെയും കണ്ടുമുട്ടുക. ഇതിന് മാത്രമേ കണ്ടുമുട്ടൂ. ഓക്കെ, ഇഫ് യു ടേക്ക് 100 പേര് ഇതിങ്ങനെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ 99 ആൾക്കാരും ഇതാണ് കേസ്. ഓക്കെ, ഇതിൻ്റെ ഒരു കാര്യമായ ഡിഫറൻസ് എല്ലാ ലൈഫ് ടൈമിലും ഇവർ തുടരണം എന്നില്ല. നിങ്ങളുടെ പണ്ടത്തെ ഒരു 40ാമത്തെ ലൈഫ് ടൈമിൽ നിങ്ങൾ ഒരാളെ വേദനിപ്പിച്ചു എന്ന് വിചാരിക്കുക. അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നു, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ, ഒരു ഇന്ന സ്ഥലത്ത് ഇന്ന സാഹചര്യത്തിൽ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ ഒരാളെ അപമാനിച്ചു, വേദനിപ്പിച്ചു എന്ന് വിചാരിക്കാം. പിന്നെയും ഇതേ കർമ്മ, ഇതേ കാർമിക് എഫക്റ്റ്, ഇതേ സ്ഥലം, ഇതേ സിറ്റുവേഷൻ വീണ്ടും വരുന്ന ലൈഫ് ടൈമിൽ മാത്രമേ, ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ ആ ഒരു വ്യക്തി നിങ്ങളെ പിന്നെയും കണ്ടുമുട്ടൂ. അവരൊരിക്കലും എല്ലാ ലൈഫ് ടൈമും നിങ്ങളുടെ പിന്നാലെ കണ്ടിന്യൂ ചെയ്ത് വരില്ല. ഇതാണ് ഹ്യൂമൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഡിഫറൻസ്. പിന്നെ നമ്മൾ ഇതിന് പല അലങ്കാരങ്ങൾ കൊടുക്കാൻ നോക്കുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ദേവതയുടെ ലൈഫ് ടൈംസ് എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ 40 ലൈഫ് ടൈം മുൻപ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ദേവതയായിട്ട് ആഴമായി കണക്റ്റ് ആയിട്ടുണ്ടാവും. സിൻസിയറായിട്ട്, ആദ്യമായിട്ട്, ആഴമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടാവും. ദ ഫസ്റ്റ് കണക്ഷൻ. പക്ഷെ അത് വളരെ സിൻസിയറാണ്. ഈ നിമിഷം മുതൽ ദേവത നിങ്ങളുടെ അടുത്തുള്ള എല്ലാ ലൈഫ് ടൈമുകളും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഫോളോ എന്ന് തന്നെയാണ് പറയുന്നത്, കാരണം നിങ്ങൾ എല്ലാ ലൈഫ് ടൈമിലും ഇത് തിരിച്ചറിയണമെന്നില്ല. എല്ലാ ലൈഫ് ടൈമിലും ഇങ്ങനൊരു ദേവത നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാർമിക് സൈക്കിൾസിൽ പെട്ട് ഒരുപാട് സഫർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പല ലെസൺസ് പഠിക്കാൻ വേണ്ടി പല ലൈഫ് ടൈംസ് ആയിട്ട് ഇങ്ങനെ ജനിച്ച് മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയാൻ ചാൻസ് ഇല്ല. പിന്നെയും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഈ കാർമിക് ലോഡുകൾ നന്നായി കുറയുമ്പോൾ കാർമിക് നോയ്സ് എന്ന് പറയും, ഒരുപാട് ശബ്ദങ്ങളുണ്ടാവും കർമ്മയുടെ, പല റോങ് ആയിട്ടുള്ള വൈബ്രേഷൻസ് ഉണ്ടാവും. ഈ വൈബ്രേഷൻ നന്നായിട്ട് കുറഞ്ഞ് കാമായി ഒരുതരം സെറ്റിൽമെൻറ്റിലേക്ക് എത്തുമ്പോഴാണ്, കുറച്ചൊന്ന് ശാന്തമാവുമ്പോഴാണ് നിങ്ങളുടെ അടുത്തുള്ള പ്രസൻസിനെ നിങ്ങളുടെ ഉള്ളിലെ സെൽഫ് തിരിച്ചറിയുക, ആ ഓർമ്മ പുതുക്കുക. അപ്പോഴാണ് പിന്നെയും കണക്റ്റ് ആവുക. ഇതിനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ നോക്കിയാൽ അറിയാം. ചെറുപ്പത്തിൽ ആ ദൈവത്തിൻ്റെ പേര് കേട്ടു, ഉടനെ നിങ്ങൾ കണക്റ്റായി. ആ ഒരു പിക്ചർ കണ്ടു, ഉടനെ കണക്റ്റായി. അവരുടെ മന്ത്രങ്ങൾ കേട്ടു, നിങ്ങൾ ഏറ്റു പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ അവരുടെ സ്റ്റോറീസ് വായിച്ചു, കണ്ടു, എങ്ങനെയെങ്കിലും അതൊന്ന് കമ്മ്യൂണിക്കേറ്റായി. പിന്നെ നിങ്ങൾക്ക് അവരെ പിരിയാൻ സാധിക്കുന്നില്ല. ഇതാണ് റീകണക്ഷൻ. നിങ്ങൾ ഓൾറെഡി അവരോട് ഏതോ ലൈഫ് ടൈമിൽ കണക്റ്റായി കഴിഞ്ഞു. പിന്നീട് ഒന്നുകൂടി കണക്റ്റ് ആകുമ്പോൾ അത് ഫസ്റ്റ് അല്ല, അത് റീകണക്ഷനാണ്. ഒന്നും കൂടെ നിങ്ങൾ അങ്ങോട്ട് കണക്റ്റ് ആവണം. ഇതിൻ്റെ ഒരു മാജിക്ക് മറ്റൊരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇന്നൊരു ദേവതയായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആത്മാവിന്, നിങ്ങളുടെ ഹൃദയത്തിന്, നിങ്ങളുടെ ആ ഒരു ആഴമേറിയ മനസ്സിന് ഡെഫിനറ്റ്ലി അറിയും, ഞാൻ ഈ ദേവതയോട് കണക്റ്റഡ് ആണോ അല്ലയോ. ഇതാണ് ഹ്യൂമൻ കണക്ഷനും ഹ്യൂമൻ പാസ്റ്റ് ലൈഫ് കണക്ഷനും ദേവത പാസ്റ്റ് ലൈഫ് കണക്ഷനും തമ്മിലുള്ള കാര്യമായ വ്യത്യാസം. അവരൊരിക്കലും എല്ലാ ജന്മത്തും നിങ്ങൾ അവരെ തിരിച്ചറിയണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആൾക്കാരല്ല, അവർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ആ വേർഡ് അതാണ് എടുത്തെടുത്ത് പറയുന്നത്. അവർ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, അവരൊരിക്കലും ഫോഴ്സ് ചെയ്യാറില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ മെയിൻ ഡിഫറൻസ്. നൗ ഓട്ടോമാറ്റിക്കലി അടുത്ത ക്വസ്റ്റ്യൻ വരും, എന്തുകൊണ്ട് ഫോളോ? എന്തിനാണ് ഒരു ദേവത? ആദ്യമായിട്ട് നമ്മൾ അവരോട് ഏതോ ജന്മത്തിൽ എങ്ങനെയോ കണക്റ്റായി, അറിഞ്ഞോ അറിയാതെയോ കണക്റ്റായി. ഇവരെന്തിനു നിങ്ങളെ ഫോളോ ചെയ്യണം? യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങളെക്കാളും ഉയർന്ന ഒരു ശക്തിയുമായി നിങ്ങൾ സിൻസിയറായിട്ട് ഒരു കണക്ഷൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർ അതിനെ ഒരു ഇൻവിറ്റേഷനായിട്ടാണ് എടുക്കുക. നിങ്ങളെക്കാളും ഉയർന്ന ഒരു വൈബ്രേഷനായിട്ട് നിങ്ങൾ ആദ്യമായി ഒരു കണക്ഷൻ ഫോം ആകുമ്പോൾ ഇതൊരു ഇൻവിറ്റേഷനായിട്ടാണ് ആ ഹയർ വൈബ്രേഷൻ സ്വീകരിക്കുക. എന്തിന്? നിങ്ങളും അവർക്ക് സമമാവാൻ, നിങ്ങളും ആ ഒരു ഹയർ വൈബ്രേഷനിലേക്ക് ഉയരാൻ. ഇതൊരു കോമൺ നേച്ചർ ലോ ആണ്, വളരെ കോമൺ ആയിട്ടുള്ള പ്രകൃതി നിയമമാണ്. ദൈവം എന്ന് തന്നെ പറയുന്നില്ല, ഒരു ദേവത എന്ന് തന്നെ പറയുന്നില്ല, ഏതോ ഒരു ശക്തി, ഏതോ ഒരു ഹയർ വൈബ്രേഷൻ, നിങ്ങൾ അവരുമായിട്ടൊരു ഇനീഷ്യൽ കണക്ഷൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ
നൗ ദർ ഈസ് ആൻ ഇൻവൈറ്റ്. നിങ്ങൾക്ക് പ്രകൃതിയിൽ നിന്നും ആ ഒരു ഹയർ വൈബ്രേഷനിൽ നിന്നും ഒരു ഇൻവൈറ്റ് ഉണ്ട്. എങ്ങനെ? ആ ഹയർ വൈബ്രേഷനുമായി ഈക്വലി കൊണ്ടുവരാൻ, അതിന് തുല്യമായി വളരാൻ. നിങ്ങൾ ഇൻറ്റൻഷനലി ചോദിക്കേണ്ട ആവശ്യമില്ല. ദേവതകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർ ഏതോ തലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. എത്ര വൈബ്രേഷൻ മുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അവരെ ഹൈ ലോ എന്ന് തരംതിരിക്കാൻ പോലും പറ്റില്ല. അളക്കാൻ പറ്റാത്ത വൈബ്രേഷൻ ലെവൽസിൽ ഇരിക്കുന്ന ആളുകളാണ് ദേവതകൾ. ആ ശക്തി സ്രോതസ്സുകളാണ് ദേവതകൾ. അപ്പോൾ അവരായിട്ട് നിങ്ങൾ ആദ്യമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യനെ അറൈസ് ചെയ്യുന്നില്ല. എന്തിനെന്നെ ഫോളോ ചെയ്യുന്നു? എന്തിന് നീ എൻ്റെ പിന്നാലെ വരുന്നു? അതങ്ങനെ സംഭവിക്കും. നിങ്ങളെ ഇൻവൈറ്റ് കൊടുത്തു കഴിഞ്ഞു, ഇനി അവർ നിങ്ങളുടെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കും. ബിക്കോസ് നൗ യു അൺകോൺഷ്യസ്ലി ഓർ കോൺഷ്യസ്ലി എനിക്ക് ഇങ്ങനെ നിന്നാൽ പോരാ, എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ, എനിക്കിങ്ങനെ ലോ വൈബ്രേഷനെ പോയാൽ പോരാ, എനിക്കും ഹൈ ആവണം, എനിക്കും ഉയരണം. ഈ ഒരു ദേവത, ആ ദേവതയോട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇനിയും ഈ ഒരു കണക്ഷൻ സ്റ്റേബിളായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും, എനിക്ക് ഉയരാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് എല്ലാ ദേവതകളുടെ മൈൻഡിലും നിങ്ങൾ ആദ്യമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുക. അതുകൊണ്ടാണ് എല്ലാ ലൈഫ് ടൈമും അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് ബോധം വന്ന് നിങ്ങളുടെ കാർമിക് ലോഡുകൾ കുറഞ്ഞ് എന്നെ തിരിച്ചറിഞ്ഞ് എന്നെ നോക്കും. അവൻ ഏതോ ലൈഫ് ടൈമിൽ തുടങ്ങി വെച്ച ആ ഒരു കോൺട്രാക്റ്റ്, ആ ഒരു കണക്ഷൻ അവൻ ഓർമ്മ വരും എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കലാണ് എല്ലാ ദേവതകളും ചെയ്യുന്നത്. അവരുടെ ദയനീയ അവസ്ഥ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അടുത്തൊരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്, ഞാനിപ്പോൾ പറഞ്ഞത് ദേവതകളുടെ കോമൺ പ്രൊസീജിയറാണ്. എല്ലാ ദേവതകളും ഇങ്ങനെ ചെയ്യും. പക്ഷേ നിങ്ങൾ കണക്ട് ചെയ്ത ഒരു സ്പെസിഫിക് ദേവതയെ ആശ്രയിച്ചാണ് അവർ എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഈ ലൈഫ് ടൈമിൽ തിരിച്ചറിയാണ്, ഓക്കെ ഇന്നൊരു ഡയറ്റി, ഏതോ ഒരു ദേവത എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്കത് തിരിച്ചറിഞ്ഞു. ചെറുപ്പത്തിൽ തന്നെ അത് നിങ്ങൾ ക്ലിക്കായി. പേര് കണ്ടിട്ടോ, ഒരു സീരിയൽ കണ്ടിട്ടോ, അല്ലെങ്കിൽ സ്റ്റോറി വായിച്ചിട്ടോ നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒന്നുകൂടെ റീകണക്റ്റായി. ഇനി ഫോളോയിങ് അല്ല, ഇനി നിങ്ങളുടെ പിന്നാലെ തന്നെ നിങ്ങളുടെ ഒപ്പം ഒരു ഗൈഡിങ് ഫോഴ്സായിട്ട് കൂടെ ഉണ്ടാവും. ഇനി ഫോളോയിങ് ആയിരിക്കില്ല. ഈ ഒരു ഘട്ടത്തിന് ശേഷം നിങ്ങളുടെ ജീവിതം ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് നിയന്ത്രിക്കുന്നത് ഇവരായിരിക്കും. റീകണക്ഷന് മുൻപ് വരെ ഫോളോയിങ് ആണ്. ബട്ട് വൺസ് നിങ്ങൾ ആ ഫോളോയിങ് തിരിച്ചറിഞ്ഞ് അങ്ങോട്ട് കൂടെ തിരിച്ച് ഫോളോ അടിക്കുക എന്ന് പറയും. സോഷ്യൽ മീഡിയ പോലെ തിരിച്ചും നിങ്ങൾ ഫോളോ ചെയ്യുക, തിരിച്ചും അത് റീകണക്റ്റ് ആയി കഴിഞ്ഞാൽ നൗ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കൺട്രോളും ആ ദേവതയുടെ കയ്യിലായിരിക്കും. നിങ്ങൾ ഏതൊക്കെ ലൈഫിലൂടെ കടന്നു പോകണം, ഏതൊക്കെ ലൈഫ് ടൈംസിലൂടെ പോകണം, ആരെയൊക്കെ മീറ്റ് ചെയ്യണം, ഏതൊക്കെ സന്ദർഭങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യണം, എന്തൊക്കെ ചലഞ്ച് നിങ്ങൾ മീറ്റ് ചെയ്യണം, ഹൗ ടു ഓവർകം, നിങ്ങൾ ഏതൊക്കെ പാഠങ്ങൾ പഠിക്കണം, ഏതൊക്കെ ശക്തികൾ അനുഭവിക്കണം, ആരെയൊക്കെ മീറ്റ് ചെയ്യണം, ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു സിംഗിൾ ദേവതയായിരിക്കും. പക്ഷേ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ കണക്ട് ചെയ്ത ദേവതയുടെ ആ ഒരു എനർജി അനുസരിച്ച് ഇതൊക്കെ എങ്ങനെ എക്സിക്യൂട്ട് ആവുന്നുള്ള ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 3 ദേവതകളുടെ കാര്യം പറയാം. ശിവൻ്റെ കാര്യം എടുക്കാം. അദ്ദേഹം ഇതേപോലെ തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എല്ലാ ദേവതകളും ചെയ്യുന്ന പോലെ തന്നെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. എങ്ങനെയോ നിങ്ങൾ ഈ ലൈഫ് ടൈമിൽ ഓക്കെ ശിവനായിട്ടാണ് എനിക്ക് ഇത്രയും ആത്മബന്ധം, നിങ്ങൾ മറ്റേതോ റിലീജിയനാണ്, മറ്റേതോ ഫിലോസഫിയാണ്, മറ്റേതോ ഐഡിയോളജിയാണ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സംഹൗ നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആ ശിവനായിട്ട് തിരിച്ച് റീകണക്റ്റ് ആവുന്നു, പ്രാർത്ഥിക്കുന്നു, ചാൻഡ് ചെയ്യുന്നു, മെഡിറ്റേറ്റ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ഫ്രം നൗ ഹീ ഈസ് ദ വൺ ഹു ഈസ് ഗോയിങ് ടു കൺട്രോൾ യു. അദ്ദേഹത്തിൻ്റെ ശൈലി എത്രത്തോളം നിങ്ങളുടെ ഈഗോ തകർക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്യും. കാരണം എല്ലാ ദേവതകളും നിങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അവരിലേക്ക് തന്നെയാണ്, മുക്തി എന്ന് പറയുന്ന പോയിന്റിലേക്ക് തന്നെയാണ്. ഈ മുക്തിയുടെ ഏറ്റവും വലിയ തടസ്സമാണ് ഞാൻ മനുഷ്യനാണ് എന്നുള്ളൊരു ഉണർവ്. ഞാൻ ശരീരമാണ്, മനസ്സാണ്, എൻ്റെ ചിന്തയാണ്, എൻ്റെ ഇമോഷൻസ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ. ഇത് തകർക്കണം. എല്ലാ ദേവതകൾക്കും സ്പെസിഫിക് സ്റ്റൈലാണ്. ശിവൻ്റെ ആദ്യത്തെ സ്റ്റൈലാണ് ഈഗോയിലടിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ആ റീകണക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും. പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈഗോയെ ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള പലതരം നിങ്ങളുടേതായ ചിന്തകൾ ഉണ്ടാവും, അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും. അതിനെയൊക്കെ തകർത്തെറിയുന്ന ഒരു ശൈലി, തകർത്തെറിയുന്ന ഒരു സ്റ്റൈൽ, ഒരു ഹാബിറ്റ്, ഇതാണ് ശിവൻ. നിങ്ങൾക്കൊരിക്കലും അതിന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഞാൻ ഇത്രയും വലുതാണ് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങളെ ഒരു സത്യം പറഞ്ഞ ഒരു ഭിക്ഷക്കാരൻ്റെ മൈൻഡ് സെറ്റിൽ കൊണ്ടെത്തിക്കും. നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം നമ്മളെ ശിക്ഷിക്കുന്നു എന്ന് മാത്രമേ ഓർക്കുള്ളൂ.
എന്തിനാ ശിവനെ എന്നെ ഉപദ്രവിക്കുന്നത്, എന്തിനാ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, വൈ ആർ യു ഡിസ്റ്റർബിങ് മീ, ഞാൻ എല്ലാം കറക്റ്റായിട്ടല്ലേ ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് അനാവശ്യമായിട്ട് തരുന്നത്, ഇങ്ങനെ ചോദിക്കും. ബട്ട് ഇഫ് യു നോ ഹിസ് സ്റ്റൈൽ, അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ ആദ്യം ചെയ്യുന്നത് ഒരുവൻ്റെ ഈഗോ നശിപ്പിക്കുക എന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നേരിടുന്ന അപമാനം, ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ശിവഭക്തർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് അപമാനങ്ങളാണ്. അപ്പോൾ അപമാനങ്ങൾ, ക്രിറ്റിസിസം, കുറ്റം പറച്ചൽ, ഒരുപാട് വെറുപ്പ്, ഹെയ്റ്റ്, ഇതെല്ലാം നിങ്ങൾ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും, എല്ലാം കാണേണ്ടതായിട്ട് വരും. ഇതെല്ലാം ഒരാളുടെ ഈഗോ തകർക്കുന്ന വളരെ കോമൺ ആയ പ്രൊസീജിയറാണ്, പ്രകൃതിയുടെ പ്രൊസീജിയറാണ്. ശിവൻ കുറച്ചുകൂടെ കയറ്റി പിടിക്കും, അത്രയേ ഉള്ളൂ. ഇതാണ് ശിവൻ്റെ ആദ്യത്തെ സ്റ്റൈല്. ഇനിയിപ്പോൾ നിങ്ങളിനി മാറി കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഹി വിൽ കൺഫ്യൂസ് യു. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കൃഷ്ണൻ ഇങ്ങനെയാണ്, അത് മാറ്റും, തിരുത്തിപ്പിക്കും. അടുത്ത ദിവസം വിശ്വസിക്കുന്നു ഓക്കെ ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് കൃഷ്ണൻ, അതും തെറ്റിപ്പിക്കും. ഹി വിൽ പ്രൂവ്. എത്ര പ്രാവശ്യം കൃഷ്ണൻ ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ജോലി ഇങ്ങനെയാണ്, എത്ര പ്രാവശ്യം നിങ്ങൾ കൺക്ലൂഷൻ കൊണ്ടുവരാൻ നോക്കിയാലും ആ കൺക്ലൂഷൻ തകർത്ത് കൺഫ്യൂഷൻ തരിക എന്നുള്ളതാണ് ശ്രീകൃഷ്ണൻ്റെ ബെസ്റ്റ് സ്ട്രാറ്റജി. സമാധാനം എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും തരില്ല. ഹി വിൽ കണ്ടിന്യൂസ്ലി കൺഫ്യൂസ് യു. കാരണം ഈ കൺഫ്യൂഷൻ തലയ്ക്ക് പിടിച്ച് അവസാനം നിങ്ങൾക്ക് ജീവിതത്തോടൊരു വിരക്തി വരും. സന്തോഷം ദുഃഖം രണ്ടും ഒരേപോലെ ആയിരിക്കും, വേദന ആനന്ദം രണ്ടും ഒരേപോലെ ആയിരിക്കും, പുരുഷൻ സ്ത്രീ രണ്ടും ഒരേപോലെ ആയിരിക്കും, സൂര്യൻ രാത്രി രണ്ടും നിങ്ങൾക്ക് ഒരേപോലെ ആയിരിക്കും. വിരക്തി വന്നു, ബാഹ്യലോകത്തോടൊരു അകൽച്ച വന്നു. ഇവിടം മുതലാണ് ശ്രീകൃഷ്ണൻ ശരിക്കും നിങ്ങളെ ആത്മീയതയിലേക്ക് കൊണ്ടുവരിക. ഇവിടെയാണ് അദ്ദേഹമായിട്ട് അടുക്കാനുള്ള എല്ലാ വഴികളും പുറത്തോട്ട് വരിക, അദ്ദേഹത്തിൻ്റെ സത്യമായ രഹസ്യങ്ങൾ പുറത്തോട്ട് വരിക. ഇവിടെ മുതൽ മാത്രമേ നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒറ്റയടിക്കല്ല മെല്ലെ കുറഞ്ഞു വരാൻ ആരംഭിക്കും. അതുകൊണ്ടാണ് ഈ ഫേസിൽ എത്തുന്നവരിപ്പോൾ എത്രയോ പേരുണ്ട്, വിരക്തി, എനിക്ക് ജീവിക്കണ്ട എന്ന് പറയുന്നവർ, ആ മൊമെൻറ്റിന് ശേഷം അവർക്ക് ക്ലാരിറ്റി വരും. അവർ യോഗയിലേക്ക് വരും, അവർ ധ്യാനത്തിലേക്ക് വരും, ജപത്തിലേക്ക് വരും, കൂടുതൽ ദൈവത്തോട് അടുക്കും. എന്തുകൊണ്ടാണ്? വിരക്തി ഫോമായി കഴിഞ്ഞു. നിങ്ങൾക്ക് ആ വിരക്തി ഒരു ടോട്ടൽ ആബ്സല്യൂട്ട് ഡിറ്റാച്ച്മെൻറ്റ് വരുന്നത് വരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും, വെദർ ഇറ്റ് ബി ശിവ ഓർ കൃഷ്ണ. ഓക്കെ, ഇതാണ് ഈ രണ്ട് ആൾക്കാരുടെ ഒരു മേജറായിട്ടുള്ള ഡിഫറൻസ്. ഇനി ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്, ഞാൻ എല്ലാം പറഞ്ഞ സമയം ഉണ്ടാവില്ല. ഈ രണ്ടുപേരുടെ മാത്രം ഒന്ന് കോമൺ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നൗ യു നോ ദേ ആർ ഫോളോയിങ്. ഇപ്പം ഞാൻ ഇത് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതായത് പൂർവ്വജന്മ ബന്ധമുണ്ടെങ്കിൽ ഏതൊക്കെയാണ് 3 സയൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. അത് ഞാനിവിടെ റിപ്പീറ്റായി പറയുന്നില്ല. ഞാൻ ഇതിലൊരു അഡ്വൈസ് എന്ന രീതിയിൽ തരുന്നത്, മറ്റൊരാൾ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് അവരോട് പൂർവ്വജന്മം ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ നിൽക്കരുത്. ആസ്ട്രോളജി നോക്കരുത്, ഏത് ഗുരുവിനെ നോക്കരുത്, ഇവിടെയുള്ള വീഡിയോ നോക്കരുത്. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ആരെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? ഒരാളെ കണ്ടു, സഡനായിട്ട് ഒരു കണക്ഷൻ ഫീലായി, ഇറ്റ്സ് വെരി ഇൻറ്റൻസ്, നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ആരും നിങ്ങളെ പറഞ്ഞ് ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ആ കണക്ഷൻ നന്നായി വരുമോ കുളമായി പോവുമോ അത് വേറെ കാര്യം, അതൊന്നും ഞാനിവിടെ അഭിപ്രായം പറയുന്നില്ല. ബട്ട് യു ക്യാൻ റെക്കഗ്നൈസ്, അല്ലേ? ഒരു നോർമൽ കണക്ഷൻ അപ്പുറം ഇതെന്തോ ആണ്. ദർ ഇസ് എനർജി ബോണ്ടിങ്, ദർ ഇസ് സംതിങ് ബിയോണ്ട് വാട്ട് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറം ഈ രണ്ടുപേർക്കുള്ളിൽ എന്തോ ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഒരു ദേവതയായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒരു സൈൻ നോക്കി പഠിക്കേണ്ട കാര്യമല്ല, നിങ്ങൾക്കത് എന്തായാലും മനസ്സിലാവും. ഒരിക്കലും നിങ്ങളിത് മിസ് ചെയ്യാൻ പോകുന്നില്ല, ആരും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് നിങ്ങൾക്കൊരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ആ മൂർത്തിയുടെ പേര് കേൾക്കുന്നു, കൺട്രോൾ ഉണ്ടാവില്ല, നിങ്ങൾ അട്രാക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ആ മൂർത്തിയുടെ കഥ കാണുന്നു, നിങ്ങൾക്കത് കാണാതിരിക്കാൻ പറ്റില്ല. ആ മൂർത്തിയുടെ സ്റ്റോറീസ് വായിക്കുന്നു, നിങ്ങൾക്ക് വായിക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ മൂർത്തിയുടെ ചാൻറ്റിങ് ആരംഭിച്ചു, ആ മന്ത്രം നിർത്താൻ തോന്നുന്നില്ല. നിങ്ങൾ ആ മൂർത്തിയുടെ എനർജിയുമായിട്ട് ധ്യാനിക്കാൻ ആരംഭിച്ച് നിങ്ങൾക്ക് ധ്യാനം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല, അത് ഗ്രോ ആയിക്കൊണ്ടേയിരിക്കും. നൗ ദിസ് ഈസ് അബ്സല്യൂട്ട്ലി എ പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ആൻഡ് മറ്റൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും, ഞാൻ ഇന്ന ദൈവത്തിൻ്റെ ഭക്തനാണെന്ന് പറയുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. ഈ ഒരു കാര്യം മാത്രം ഇത് അത്ര റെയറല്ല, വളരെ കോമൺ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുക, ദാറ്റ് യു ഹാവ് എ കണക്ഷൻ. ഇനി കണക്ഷൻ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഇവിടെ ഞാൻ 3 തരത്തിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ആ കണക്ഷൻ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ആ കണക്ഷൻ ഉണ്ടായിരുന്നു, പിന്നീട് വളർന്നു വരുന്ന സമയത്ത്
എവിടെയോ വെച്ച് നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. ചെറുപ്പത്തിൽ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു, പിന്നീട് വളർന്ന് വന്ന് മെറ്റീരിയൽ കാര്യങ്ങളും വെല്ലുവിളികളും ചലഞ്ചസൊക്കെ ആയപ്പോൾ എവിടെയോ എനിക്ക് മിസ്സായിപ്പോയി. ആ ദേവതയുടെ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്, പക്ഷേ എന്തോ പണ്ടുണ്ടായ ഒരു സോൾ കണക്ഷൻ, പണ്ടുണ്ടായ ഒരു ആത്മബന്ധം, ഒരു ബോണ്ടിങ് എനിക്കിപ്പോൾ ഇല്ല എന്ന് ഫീൽ ചെയ്യുന്നവർ റീകണക്റ്റഡ്. ആ കണക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ എവിടെ വിട്ടോ അവിടെ നിന്ന് തുടങ്ങണം. ഇനി 40 ലൈഫ് ടൈം മുൻപാണ് നിങ്ങൾ ആദ്യമായി കണക്ട് ചെയ്ത്, ഇപ്പം നിങ്ങൾക്കതിൻ്റെ ഒരു ഓർമ്മ വന്നു, ഒരു ഫോളോയിങ് ഉണ്ടെന്നൊരു ഫീലായി, കണക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ അന്നത്തെ അതേ കണക്ഷനാണ് ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പിന്നോട്ടാണ്. എല്ലാ ലൈഫ് ടൈമും ഒരേ കണക്ഷൻ പോലെ പോകുന്ന ദേവത ആഗ്രഹിക്കില്ല. ഏതൊരു കണക്ഷനും ഡീപ്പൺ ആവുന്നതിലല്ലേ ഭംഗി. കഴിഞ്ഞ ലൈഫ് ടൈം ഈ ലൈഫ് ടൈം ഒരേപോലെയായി എന്താണ് അതിലുള്ള ഭംഗിയുള്ളത്? ദേവത വിൽ വെയിറ്റ്. നിങ്ങൾക്കങ്ങനെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ അങ്ങനെ കണക്ഷൻ മിസ്സായി എന്ന് തോന്നുന്നവർ റീകണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ചാൻഡിങ് ഉപയോഗിക്കാം, മെഡിറ്റേഷൻ ഉപയോഗിക്കാം, ടെമ്പിൾ വിസിറ്റ് ഉപയോഗിക്കാം. ഇനി സീരിയൽ കണ്ടാലേ കത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തിൽ കണ്ടോളൂ. യു ക്യാൻ ചൂസ് എനിത്തിങ്. അനാഹത ഒന്ന് തുറക്കണം, ഹാർട്ട് ചക്ര ദേവതയായിട്ടൊന്ന് കണക്റ്റ് ആവണം. അനാഹത ക്യാൻ ബി ഓപ്പൺ ഫോഴ്സ്ഫുള്ളി. അതുകൊണ്ടാണ് പറയുന്നത് സീരിയലോ കാർട്ടൂണോ ഭക്തിഗാനങ്ങളോ ഇനി മന്ത്രമോ വാട്ട് എവർ ദാറ്റ് യു ഫീൽ റീകണക്റ്റഡ്. ഇത് ഓൾറെഡി ഉള്ളവർക്ക് റീകണക്റ്റ് ആയി കഴിഞ്ഞു. ഇനിയും ബാക്കി ചിലവർ പറയുകയാണ് എനിക്ക് ആ പ്രശ്നമില്ല, ഞാൻ ഇത്ര കാലം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കണക്ഷനിലാണ് എന്നുള്ളവർ റെസ്പോൺസിബിലിറ്റി തിരിച്ചറിയാം. അതായത് ആ ദേവതയ്ക്ക് നിങ്ങളുടെ മേലെ വലിയ തോതിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങളൊരു ഇൻവൈറ്റ് കൊടുത്തു, അവരത് അക്സെപ്റ്റ് ചെയ്തു. ഇനി നിങ്ങളെ അവരിലേക്ക് ലയിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു ഹയസ്റ്റ് വൈബ്രേഷനിലേക്ക് കൊണ്ടുപോവുക, മുക്തി നൽകുക. യോഗ ചെയ്യുന്നവരാണെങ്കിൽ സമാധി പ്രദാനം ചെയ്യുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാദ്യം ആക്നോളജ് ചെയ്യുക. ആക്നോളജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് അവർ എന്ത് തരം സിറ്റുവേഷൻസ് കൊണ്ടുവന്നാലും, എന്ത് തരം വെല്ലുവിളികൾ കൊണ്ടുവന്നാലും, എന്ത് തരം ലെസൺസ് കൊണ്ടുവന്നാലും അത് പഠിക്കാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും അവരെ കുറ്റം പറയാതെ അവരെ ചീത്ത വിളിക്കാതെ മുഴുവനും ഫോളോ ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അതാണ് ആക്നോളജ് ദെയർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അവർ നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു, ആ ഇൻവൈറ്റ് എടുത്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അൺഡു ചെയ്യാൻ പറ്റും, ഞാൻ പറയാം. പക്ഷേ ഫോർ മോസ്റ്റ് പീപ്പിൾ അത് അൺഡു ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അനാവശ്യമായിട്ട് മനസ്സിനെ കുഴപ്പിക്കാതെ, പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ കുറ്റം പറയാതെ, അവരെ ക്രിട്ടിസൈസ് ചെയ്യാതെ ആക്സെപ്റ്റ് ചെയ്യാം. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സിനത് കാണില്ല. ഇന്നേക്ക് ഇന്ന് വന്ന ചലഞ്ച് എന്താണെന്ന് മനസ്സിലാവില്ല. 5 വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ചലഞ്ച് ഫേസ് ആയെന്ന് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. ഇതുതന്നെയാണ് ദേവതകളുടെ ലോജിക്ക്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. ഇനി ഇത് കുറച്ച് സ്മൂത്തായിട്ട് വർക്കാവണമെങ്കിൽ, അതായത് റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു, എല്ലാ ചലഞ്ചും ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം എന്നുറപ്പുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഭക്തി ഓറിയൻറ്റഡ് ആയിരിക്കണം. പ്യുവർലി ലോജിക്കലി ഓക്കെ ഞാനത് ഏറ്റെടുക്കുന്നു, ഞാനിനി ഒരിക്കലും എൻ്റെ പ്രോമിസ് തെറ്റിക്കില്ല എന്ന് വിൽ പവറോടെ എടുത്തു കഴിഞ്ഞാൽ കഷ്ടമായിരിക്കും. പകരം അതൊരു ലവ് അഫെയർ ആയിട്ട് എടുക്കുക, ഒരു പ്രണയമായിട്ട് എടുക്കുക, ഒരു ഭക്തിയായിട്ട് എടുക്കുക. ലവ് അഫെയറിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഒരു അപ്പും ഡൗണൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. കയറണം, താഴോട്ട് പോകണം, കയറണം, താഴോട്ട് പോകണം. അത് എത്ര വളരെ ഡീപ്പ് ബോണ്ടിങ് ഉള്ള കണക്ഷൻസ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ദേവതയാണെങ്കിൽ പോലും അതിന് ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, അപ്പ് ഉണ്ട്, ലോ ഉണ്ട്, ബിലോ ഉണ്ട്, ആവറേജ് ഉണ്ട്, മൈനസ് ഉണ്ട്, പ്ലസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ചലഞ്ചസ് ഉണ്ട്, ദർ ആർ എവറിത്തിങ്. ഡ്രാമയുണ്ട്, സകലമാന കാര്യങ്ങളുണ്ട്. അതും നിങ്ങൾ കൂടെ കൊണ്ടുവരിക്കണം. അല്ലെങ്കിൽ ഇത് കുറച്ച് കഷ്ടവും. മീൻസ് ഒരു എൻജിന് നിങ്ങൾ ഒരു കുറച്ച് ലുബ്രിക്കേഷൻ ഒഴിക്കുന്ന പോലെയാണ്. എന്നാലും സ്മൂത്തായിട്ട് എൻജിൻ മൂവ് ആവുള്ളൂ. മോട്ടോഴ്സൊക്കെ ഫ്രിക്ഷൻ ഇല്ലാതെ വർക്കാവുള്ളൂ, തേഞ്ഞു പോകാതിരിക്കുള്ളൂ. അപ്പോൾ ഈ 2 കണക്ഷൻ സ്മൂത്തായിട്ട് പോകണമെങ്കിൽ അവിടെ ഭക്തി എന്ന ലവ് അഫെയർ ലുബ്രിക്കേഷൻ പോലെ നിങ്ങളവിടെ ഉപയോഗിച്ചിരിക്കണം. ആ ലുബ്രിക്കേഷൻ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ച് കഷ്ടമാണ്. ഓക്കെ, വളരെ വളരെ ഒരു 2 പേരും ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ പോകും. നിങ്ങൾക്ക് ആ ദേവതയോടൊരു സ്നേഹബന്ധത്തെക്കാളും ഒരുതരം ഹെയ്റ്റ് കണക്ഷൻ ആയിരിക്കും വരിക. ഒരുതരം നമ്മൾ പറയില്ലേ, ഒരു കോൺഷ്യസ്ലി ബാക്കിയുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ വലിയ ഭക്തനാണ്, പക്ഷെ നിങ്ങൾക്ക് വെല്ലുവിളി വരുമ്പോൾ അവരെ തന്നെ കുറ്റം പറയും. അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്, അമ്പിയും അന്യനും പോലെയോ നമുക്കത് ആവശ്യമില്ല. ഒരേ ഒരു വഴി, അത് മാത്രം ഫോളോ ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ 3 മെയിൻ തിങ്സ് ദാറ്റ് യു കൻ ഡു. ഇനി ഇത് കൂടാതെ ഒരു അൺകൺവെൻഷണൽ വഴി കൂടെയുണ്ട്. അൺകൺവെൻഷണൽ എന്ന് പറയാനുള്ള റീസൺ, റിലീജിയസ് ആയിട്ട് വളർന്നവർക്ക്, ഇപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഒരു സ്വന്തം റിലീജിയനും വിശ്വാസങ്ങൾക്കും ഒരുപാട് പ്രാധാന്യം കൊടുത്ത ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്ന പോയിന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ട് അൺകൺവെൻഷണൽ എന്ന് വിളിക്കുന്നത്. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ആത്മാന്വേഷകന് ചേർന്ന ബെസ്റ്റ് വേ എന്നേ പറയുള്ളൂ. ഏറ്റവും വേഗത്തിൽ
മുക്തി വേണമെന്ന് നെട്ടോട്ടം ഓടുന്ന ആൾക്കാർക്ക് ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സൊല്യൂഷൻ. ഇത്രയേ ഉള്ളൂ. പ്രകൃതിക്കോ പ്രപഞ്ചത്തിനോ ദേവതയ്ക്കോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കാതിരിക്കുക. അവർ കൂടെ നിന്നോട്ടെ, ഫോളോ ചെയ്തോട്ടെ, എനിവേ ദേ വിൽ ഫോളോ, ബട്ട് റെസ്പോൺസിബിലിറ്റി കൊടുക്കാതിരിക്കുക. എൻ്റെ കാര്യം നീ നോക്കണ്ട, പ്രകൃതി നോക്കണ്ട, പ്രപഞ്ചം നോക്കണ്ട, ദൈവവും നോക്കണ്ട, ദേവതകൾ ഇടപെടണ്ട, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്തെങ്കിലും നേടിയാൽ അതെൻ്റെ നേട്ടം, നേടിയില്ലെങ്കിൽ എൻ്റെ കുറ്റം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞാൻ തന്നെയാണ് ഉത്തരവാദി. എനിക്കൊന്നെങ്കിലും സംഭവിക്കാതിരുന്നാൽ അതിനും ഞാൻ തന്നെയാണ് ഉത്തരവാദി. Neither nature nor the universe or the God is responsible for my destiny, for my life path. ഇതാണ് യോഗിയുടെ പാത. ഒരു ആത്മാർത്ഥമായ, ഒരു ശരിയായ മഹായോഗിയുടെ പാത ഇങ്ങനെയായിരിക്കും. ആർക്കും തൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നില്ല, സ്വയം വെക്കുകയാണ്. അഹങ്കാരമൊന്നുമല്ല, ഇത് ചോയ്സാണ്. ഇവിടെ എല്ലാവർക്കും ഫ്രീഡം ഉണ്ട്. മനുഷ്യനായി ജനിച്ചാൽ യു ഹാവ് ഫ്രീഡം. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ യോഗി ഈ ഒരു ഫ്രീഡം ചൂസ് ചെയ്തു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും നിങ്ങളാണ് ഉത്തരവാദി. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒരിക്കലും ഒരു ദൈവത്തിനും ഇടപെടാൻ സാധിക്കില്ല. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ കയറിയിട്ട് ഇത് ഇങ്ങനെ നടക്കട്ടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പകരം നിങ്ങൾ പറയാണ് ഇങ്ങനെ നടക്കട്ടെ, അങ്ങനെ നടക്കും. പ്രകൃതിയോ പ്രപഞ്ചമോ മറ്റൊരു എക്സ്റ്റേണൽ ഫോഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിക്കില്ല. ഇനി ഇടപെടണമെങ്കിൽ നിങ്ങൾ ആക്റ്റീവ്ലി ഇൻവൈറ്റ് ചെയ്യണം, നിങ്ങൾ ആക്റ്റീവ്ലി അവരെ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ അവർ കൈവയ്ക്കൂ, എന്നാൽ മാത്രമേ ഇൻ്റർവ്യൂൻ ചെയ്യൂ, അല്ലെങ്കിൽ അവർ വരില്ല. ആരും ഇടപെടില്ല. ഇതാണ് യോഗിയുടെ വേ. ദാറ്റ്സ് വൈ യോഗീസ്, ഇഫ് യു ലുക്ക് അറ്റ് ദം, ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്, കോൺസെക്രേഷൻ, പ്രതിഷ്ഠ, പ്രാണപ്രതിഷ്ഠ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് ഭക്തർ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തെയാണ്. പക്ഷെ ആ വിഗ്രഹത്തിൽ ആവഹിച്ചിരിക്കുന്ന ഊർജം ഒരു യോഗിയുടേതാണ്, ജീവസമാധി. അതായത് ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ആക്ച്വലി ആ യോഗിയാണ്. അവർക്കതാണ് ഈശ്വരൻ. ഡയറക്റ്റ്ലി അറിയുന്നില്ലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു ദൈവത്തെ തന്നെ ക്രിയേറ്റ് ചെയ്യാനും ഒരു ദൈവത്തെ തന്നെ ആവാഹിക്കാനും സ്വയം ദൈവത്തിനേക്കാളും ഒരു പടി മുകളിൽ പോയി നിൽക്കാനും യോഗികൾക്ക് സാധിക്കും. ആ വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞ ദ അൺകൺവെൻഷണൽ പാത്ത് ഓഫ് യോഗ. ഓക്കെ, അപ്പോൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ കണക്ഷൻ, ഈ പറഞ്ഞ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എല്ലാ ദേവതകളോടും അത് ഉണ്ടാവും. അത് ഇല്യൂഷൻ അല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുന്നതല്ല. സങ്കല്പങ്ങളുണ്ട്. ഒരുപാട് പേര് കിളിപോയി നടക്കുന്ന ആൾക്കാരുണ്ട്. പല വീഡിയോസും കണ്ടിട്ട് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ പറയണ്ടല്ലോ, കുറേ പറയാറുണ്ട് അതിനെക്കുറിച്ച്. അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ അത് എഗെയിൻ ചെറിയൊരു പെർസെൻറ്റേജ് ആണ്. പക്ഷെ മെജോറിറ്റി ആൾക്കാർക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നന്നായിട്ട് അറിയാം. ഈ കണക്ഷൻ കള്ളമല്ല, ഓൾറെഡി ഉള്ളതാണ്. ഇതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ള ഫ്രീഡം ദേവത നിങ്ങൾക്ക് തരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ അവരെ അക്നോളേജ് ചെയ്ത് അവരുടെ വഴി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ അവരെ അതേപോലെ തന്നെ അക്നോളേജ് ചെയ്ത് ആ പാത തിരഞ്ഞെടുക്കാതെ സ്വന്തമായിട്ടൊരു പാത നെയ്ത് പോവാം, ലൈക്ക് യോഗി. ഈ രണ്ട് ഓപ്ഷൻസാണ് ഒരു ഭക്തൻ എന്ന നിലയ്ക്ക്, ഒരു ദേവതയായിട്ട് കണക്ഷനുള്ള ഒരാൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.